അപ്പൊ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ലോഗ്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒരു കിടിലം റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പം 4 ദിവസമായിട്ടുള്ളൂ, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ 4 ദിവസമായിട്ടുള്ളൂ. പുതിയ ട്രailer-ആണ്. ഞാൻ കണ്ടിട്ടില്ല ഈ ട്രailer-ന്റെ പ്രിവ്യൂ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അപ്പം രജനീകാന്തിന്റെ ഒരു കിടിലം ട്രailer റിവ്യൂ ആണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് വേട്ടയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രailer-ന്റെയാണ്. അമിതാഭ് ബച്ചൻ ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇതിന്റെ ടൈറ്റിൽ എഴുതിയേക്കുന്നത്. രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, TJ ഗനാവേൽ, എനിക്കറിയത്തില്ല. സോറി ഗൈസ്. അപ്പൊ ഞങ്ങൾ കൂടുതൽ നീട്ടുന്നില്ല, എന്തായാലും നമ്മൾ ട്രailer-ലേക്ക് പോവാണ്. അനു ബ്രോ, ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്. Do you know who these officers are? Renowned encounter specialists, sir. സൈലൻസ് ആണല്ലോ. இந்த நாட்டில் லட்சக்கணக்கான போலீஸ் இருக்கும்போது இவங்கள மட்டும் ஆட்டம் most dangerous criminals எல்லாம் encounter பண்ண ஹீரோஸா இருக்காங்க. ஒரு பணி எடுக்க முடியல. பொதுவா கைமாத்தா கொடுத்தா ஒரு பேர் வர மாட்டேங்க. நம்ம இந்த இஸ்ல ஒரு இடம் வந்திருக்காங்களா? நம்ம ஊர்ல 4 பப்ளிக்கை கூட பண்ணா ഇങ്ങനെ സ്റ്റൈൽ ഉണ്ട്. அந்த നമ്മളെപ്പോ തിയേറ്ററിൽ പോയി ഈ ഒരു സംഭവം അന്നും ഇന്നും സെയിം ടൈറ്റിലാണ്. അപ്പൊ പുള്ളിക്ക് ഫോർമാറ്റിലൊക്കെ ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. குற்றசிங் கொடுக்க മലയാളത്തിൽ പടം ചെയ്യാത്തതുകൊണ്ടാണോ? ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്യോ? ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്ത് നമ്മൾ കണ്ടിരിക്കും. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഫാസ്റ്റ് ഫാസിൽ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഭയങ്കര സർപ്രൈസിംഗ് ആണ്. ഫാസ്റ്റ് ഫാസിൽ അമിതാഭ് ബച്ചൻ കൽക്കിയിൽ വന്ന് പൊളിച്ചടുക്കിയിട്ടാണ് ഇപ്പം നമ്മുടെ വേട്ടയാലിൽ കൽക്കിയിൽ തന്നെ റോളാണ് ചെയ്തത്. പുഷ്പ 2 കഴിഞ്ഞിട്ട് എനിക്ക് ഇതായിരിക്കാം തോന്നുന്നു. പിന്നെ ഇപ്പൊ ഒരു ഗുണമുണ്ട്, ഇതുപോലത്തെ നല്ല കിടിലം പടങ്ങളെല്ലാം അയർലൻഡിൽ ആ സ്പോട്ടിൽ തന്നെ റിലീസ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അയർലൻഡിൽ കാണാൻ പറ്റും. അപ്പൊ ഞങ്ങൾ എന്തായാലും വേട്ടയാൻ ലുക്ക് ഫോർവേഡ് അല്ലേ? അതേ സെയിം. പക്ഷെ രജനീകാന്തിന്റെ ഒരു ഗുണമുണ്ട്, രജനീകാന്തിനെ കണ്ടാ മതി ആൾക്കാർ. അല്ലാതെ ലുക്ക് ഒന്നും ചെയ്യേണ്ട. വിജയ് പോലെ, വിജയ് ഇവിടെ ഒരു മറുക് വെച്ചാലും അങ്ങനെ ഇരുന്നാ മതി. വിജയുടെ ഒക്കെ ആ ഒരു ലുക്ക്, സ്ക്രീൻ പ്രസൻസ്, ആ ഒരു സ്റ്റൈല്, അതൊക്കെയാണ് ആൾക്കാർ വീണ്ടും വീണ്ടും കാണാൻ ഉദ്ദേശിക്കുന്നത്. അവര് വേറെ ഒന്നും ചെയ്യണ്ട. അത്യാവശ്യം ഒരു മാന്യമായ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ പടം 1 ഹിറ്റ് ആയിരിക്കും. പക്ഷെ പുള്ളി ഇപ്പോഴും ആ ഒരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലേ? പിന്നെ ആ പുള്ളി ആ ലാസ്റ്റ് ഒരു ഷൂട്ട് ചെയ്തില്ല ഇങ്ങനെ ഭയങ്കര, അത് രൂപൊന്നും അല്ല. അപ്പൊ അയർലൻഡിൽ എല്ലാ മൂവീസ് ഇറങ്ങുന്നുണ്ട്. മെയിൻ പടങ്ങളെല്ലാം ആ ഡേയിൽ തന്നെ റിലീസ് ആവുന്നത്. കൽക്കി വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന പടമാണ്. അതുപോലെ ഇതും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു നല്ല കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഇതിൽ തന്നെ കണ്ടിരിക്കും, അത് ഉറപ്പാണ്. കാരണം അതുപോലത്തെ പടമാണ്. ട്രെയിലറിന്റെ ഇതിൽ പറയാമല്ലോ, സൂപ്പർ പടമായിരിക്കും തോന്നുന്നു. പിന്നെ അനിരുദ്ധ് നമ്മുടെ ഓരോ മൂവീസിലും ഞെട്ടിച്ചോണ്ടിരിക്കുവാണ്. അനിരുദ്ധിന്റെ കുഞ്ഞൂസിന്റെ അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ ഭയങ്കരമായിട്ട് അറിയാൻ ഇഷ്ടമാണ് ശരിക്കും, ആ ഒരു പഞ്ച് മ്യൂസിക് ഒക്കെ. അപ്പം ഞങ്ങൾ എന്തായാലും എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നു നല്ലൊരു തിയേറ്റർ ഹിറ്റ് തന്നെ ആയിരിക്കും. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അല്ലേ? അല്ലേ? നഷ്ടമാണ്, തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. ശരിക്കും ഫാൻ ഷോ കാണണം, അതാണ് റിയൽ സാധനം. അപ്പൊ എന്തായാലും അടുത്ത കിടിലം വീഡിയോ റിയാക്ഷനുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.